ഹലോ ഡാർലിംഗ്. വിക്കി, നീ എവിടെയാ? ഞാൻ ഓൺ ദ വേ ആണ്. എന്നിട്ട് വണ്ടിയുടെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. ആ വഴിയിലൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയോ. നീ ഒന്ന് വീഡിയോ കോൾ വന്നേ. വീഡിയോ കോളോ? ഇപ്പൊ വേണോ? വേണം. ചേച്ചി നീ പോയി ആ പട്ടി അറ്റൻഡ് ചെയ്യ്. ഞാൻ തന്നെ വിളിക്കാം. ഓക്കെ? റയാൻ, സ്നൂപ്പിക്കൊന്നും ഇല്ല കേട്ടോ. ചേച്ചിയെ നോക്കട്ടെ. എടി അവിടെ വെച്ചത് നിന്റെ സൈസ് ഒന്നും ഇല്ല. വെറുതെ അല്ല നിങ്ങളുടെ ബിസിനസ് പൊളിഞ്ഞ. എന്താ നിന്റെ ചേട്ടനവിടെ? ജോസേട്ടപ്പൊ ഫുൾ ടൈം ഫോണിലല്ലേ? കിട്ടിയാ ജോസേ? അയ്യോ വിക്കി ഞാൻ വിളിക്കാം. ഡാഡി ഡാ കൊമ്പുച്ചയുടെ കുപ്പിയും സ്റ്റിക്കറും കൊണ്ടുവന്നോ? വണ്ടിയിലിരിപ്പണ്ടാ. ആ എടാ നീ എന്തിനാടാ കുരിപ്പിനെയും കൂട്ടിട്ട് വന്ന്? ഹാലോയും കോസ്റ്റ്യൂം നിന്നെ കാണിക്കണമെന്ന് പറയും. എടാ അടുത്ത മാസമല്ലേ പരിപാടി? എല്ലാ ആഴ്ച ഞാൻ ഈ ഫാൻസി ഡ്രസ് കാണണോ? ഡാ ഡെയിലി ഞാൻ നിന്റെ ഈ ഫാൻസി ഡ്രസ് കാണല്ലേ? ഇതെന്ത് വേഷോടാ? ഇതെന്താ കുഴപ്പം? കൂളല്ലേ? എടാ ഒരു ബിസിനസ് മീറ്റിംഗിന് പോകുമ്പോ മാറ്റിട്ട് വാട ഒന്ന് ഫോർമൽ സാധനം ഇട്ടിട്ട് വാ. ഫോർമൽസ് അതാ വരുന്നമ്മ. പെർഫെക്റ്റ്. എന്റെ പൊന്നു വെച്ചു, നീ ഈ കുപ്പിയും കൊണ്ട് നടക്കാതെ PSC ഒന്ന് എഴുതിയെടുക്ക്. PSC എഴുതില്ലെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ആദ്യം നമ്മൾ ഇത് ശരിയാക്കുന്നു, എന്നിട്ട് നമ്മൾ അത് ശരിയാക്കുന്നു, അങ്ങനെ എല്ലാം ശരിയാക്കുന്നു. ഓക്കെ? ഇതെന്തൊരു മിസ്സിംഗ് ഇല്ലേ? ഇല്ല കുഴപ്പമില്ലല്ലോ. സ്റ്റിക്കർ ആകെ പൊള്ളയാണല്ലോ പ്രദീപേ. അതെ, വളം കൂടി പോയാണ് കാകോട്ടാ. നീ സ്റ്റിക്കർ ഇട്. അത് വേണ്ട, എടുക്കടാ. അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ KFCയുടെ അപ്പൂപ്പിനെ കണ്ടിട്ടില്ലേ? അതുപോലെ ഫൗണ്ടർമാരുടെ മുഖം ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ പതിഞ്ഞിരിക്കണം. അതാണ് മാസ്. സ്നൂപ്പിക്ക് സെലക്റ്റീവ് ബ്രീഡിങ്ങിന്റെ ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി വളരെ കുറവാ. ചികിത്സിച്ചാലും വലിയ മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല ഡോക്ടറെ, ആരോഗ്യമുള്ള ബ്രീഡാണെന്ന് പറഞ്ഞാണ് പെറ്റ് ഷോപ്പുകാർ തന്നത്. സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് ഒക്കെ ഇപ്പൊ ആർക്കും ഉണ്ടാക്കാൻ പറ്റാതെ. അത് ലെജിറ്റ് ആണോ ചെക്ക് ചെയ്യണ്ടേ? സ്നൂപ്പി എവിടുന്നാ വാങ്ങിയേ? ഈഡൻ, ആ ടൗണിലെ വലിയ പെറ്റ് ഷോപ്പിൽ നിന്ന്. എനിക്ക് അപ്പോഴേ തോന്നി. അതാ ടൈഗർ തമ്പിയുടെ ഷോപ്പല്ലേ? ഹീസ് എ ബിഗ് ടൈം സ്കാമർ. ഇങ്ങനെ ഡിസൈറബിൾ ട്രേറ്റ്സ് കിട്ടാൻ വേണ്ടി തോന്നിയ പോലെ ബ്രീഡ് ചെയ്താൽ ജനറ്റിക് മ്യൂട്ടേഷൻ സംഭവിക്കും. ബട്ട് ഹീ ഡസന്റ് കെയർ. സ്നൂപ്പി ഇങ്ങനത്തെ സിമിലർ കേസസ് ഒരുപാട് അവിടുന്ന് വരാറുണ്ട്. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ആ ഇത് ആരിത്? വിക്കി സാർ. അപ്പൊ ഫോർമൽസ് ഒക്കെ ഇടും അല്ലേ മോൻ? ഞങ്ങൾ ഓൺട്രപ്രനേഴ്സ് ഒക്കെ ഇങ്ങനെയാണല്ലോ. ഓഹോ, അല്ല ഇതിപ്പോ ഇത്രയും ലേറ്റ് ആയില്ലേ? പിന്നെന്താ ഇപ്പൊ ഇങ്ങോട്ടൊരു യൂ ടേൺ? അതിപ്പോ പുതിയൊരു കാര്യം തുടങ്ങുമ്പോ നിന്നെ കാണാതെ എങ്ങനെയാ പോകുന്നത്? കാശ് വേണമായിരിക്കും അല്ലേ? അല്ല അതുകൊണ്ട്. പിന്നെ ജോസിന്റെ പപ്പയുടെ കാറാ, അപ്പൊ പെട്രോൾ അടിക്കണം. എന്നാ പിന്നെ അങ്ങേരോട് വെച്ച് വെച്ചാ പോരെ? അതെന്താണെന്നറിയോ? ഞങ്ങളുടെ ടീഷർട്ട് കടയിൽ പുള്ളി ഇൻവെസ്റ്റർ ആയിരുന്നല്ലോ. അപ്പൊ അത് പൊട്ടിയതിനു ശേഷം പുള്ളി അത്ര കോപ്പറേറ്റീവ് അല്ല. ഓഹോ, ഇതിപ്പോ എത്രാമത്തെ ബിസിനസ്സാ വിക്കി ഇങ്ങനെ? ഇതെങ്കിലും വർക്കാവോ? വർക്കാക്കും. ഇതെന്താണ് ഫോർമൽസ് ഒക്കെ ഇട്ട് ഒരുമാതിരി ജോബ് ഇന്റർവ്യൂവിന് വന്ന മാതിരി? നിങ്ങൾ എന്നെ പോലെ ജിൽ ഇരിക്കണ്ടേ? ആക്ച്വലി നമ്മൾ ജില്ലാണ് സാർ. ഇത് സാറിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഇവന്റെ ഓരോരോ ഐഡിയകൾ എപ്പോഴേ പറയണ. ഇതൊന്നും വർക്ക്ഔട്ട് ആവൂല. നീ ചില്ലായിട്ട് സാറിന് സാധനം എടുത്തോട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആള് മിടുക്കനാ. കൊമ്പൻ കൊമ്പൂച്ച. സർ, ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന മിക്ക കമ്പൂച്ചകളും ആർട്ടിഫിഷ്യലി കാർബണേറ്റഡ് ആണ്. But this one is completely organic and gut friendly. It's a live drink, sir. It's still brewing. പക്ഷേ ഇത് എന്റെ അമ്മയുടെ ഉപ്പുമാങ്ങ ഭരണിയിൽ ഞങ്ങൾ ബ്രൂ ചെയ്തതാണ്. As real as it gets. സാർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. Yeah, sure. ശരിട്ടെടുക്ക് സാർ. Excellent. Thank you, sir. നിങ്ങളുടെ ബ്രാൻഡിംഗ് ഒക്കെ കൊള്ളാട്ടോ. Except this one. ഇത് ചീപ്പാണ്. ഇവന്റെ ഒരു ഒറ്റ നിർബന്ധമായിരുന്നു സാർ ഇത് വെക്കണം എന്നുള്ളത്. നമുക്കത് മാറ്റാം. ഗുഡ്. ഞാനിപ്പോ ഒരു 5 lakhs അഡ്വാൻസ് തരാം. യൂസ് ഇറ്റ് ഫോർ മാർക്കറ്റിംഗ് ആൻഡ് പാക്കേജിംഗ്. 5 കറക്റ്റ് ഉണ്ടാവും. കറക്റ്റ് ആണ്. ഇഫ് എവരിതിങ് ഗോസ് വെൽ, ബാലൻസ് 45 ഈ മന്ത് ലാസ്റ്റ്. ഹാപ്പി അല്ലേ? താങ്ക് യു സാർ.